തെറ്റല്ലെന്നാണ് അവര് പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല. എന്തിനാണ് രേണുസുതി കരയുന്നത്, എന്താണ് ഇവിടെ ഉണ്ടായത് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് രേണുസുതി അതുൽ വ്ലോഗ്സിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴി രേണുവിനെ ഓരോന്ന് പറയുന്നു, ലൈക്ക് ബോഡി ഷേമിങ് ചെയ്യുന്നു, ഇങ്ങനെ അപമാനപ്പെടുത്തുന്നു എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുൽ വ്ലോഗ്സ് സ്റ്റേഷനിലൊക്കെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ രേണുവിന് പകരം അവിടെ പോയിട്ടുണ്ടായിരുന്നു രേണുവിന്റെ അച്ഛനായിരുന്നു. കേസ് കൊടുത്ത വ്യക്തിയല്ല അവിടെ പോയിട്ടുണ്ടായിരുന്നു, രേണുവിന്റെ അച്ഛനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോലീസുകാർ അതുലിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അതുൽ എന്ന് പറയുന്ന ബ്ലോഗറുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുലിന്റെ വീഡിയോസ് ചെക്ക് ചെയ്ത സമയത്ത് അതിൽ ഒഫൻസീവായിട്ട് ഒരു കാര്യം പോലും അതിൽ പറഞ്ഞിട്ടില്ല. ആസബി വർത്താനായിട്ട് ഒരു കാര്യം പോലും അവിടെ അതുൽ എന്ന വ്യക്തി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർ നേരെ അതുലപ്പോ തിരിച്ചു വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞ ശേഷം ഇന്ന് പിന്നെയും രേണുസുതിയും ചേച്ചിയും കൂടെ വീണ്ടും ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കേസ് കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഒരു ആവശ്യമില്ലാതെ ഒരു കാര്യമില്ലാതെ പരാതി കൊടുക്കാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും പോലീസുകാർ അവിടെ നിന്ന് ഇറക്കി വിടും. അങ്ങനെ ഇറക്കി വിട്ട സീനാണ് ഈ കരച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടായത്. അപ്പൊ നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടു നോക്കാം. പേടിച്ചിട്ടുമല്ല കഴിഞ്ഞ ദിവസം ഷൂട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അവനിവിടെ വന്നായിരുന്നു. കഴിഞ്ഞ ദിവസം കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ അവനെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളല്ലേ ഏൽപ്പിച്ചു എന്റെ ഈ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ വേണ്ടിയിട്ട്. ലോകത്ത് ഈ പറയുന്നവരൊക്കെ അയ്യോ ഭയങ്കര ആൾക്കാരായിരിക്കുമല്ലോ. ഞാൻ വിചാരിച്ചു ഈ 10 കെട്ടിലും വന്ന് ഞാൻ ഈ നാളെ 10 കെട്ടിലും വന്ന് നിങ്ങൾക്ക് എന്നാന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ ഈ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് CBI പോലെ? ആകെ മൊത്തം ചമ്മി നിറയെ അവസ്ഥയായിരുന്നു. പൊതുവെ ഒരു സ്ത്രീയാണ് അവിടെ പോയി പരാതി കൊടുക്കുന്നത്. പൊതുവെ സ്ത്രീകൾക്ക് പ്രയോറിറ്റീസ് കൊടുക്കുന്ന ഈ കാലഘട്ടത്ത് ഒരു സ്ത്രീ കൊണ്ട് പരാതി കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും ചൂടായി സംസാരിക്കില്ല, ദേഷ്യപ്പെടുകയോ റൂഡായി സംസാരിക്കുകയോ ചെയ്യില്ല. എനിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അതെന്താണ് സംഭവം? ഞങ്ങൾ പരാതിക്കാരാണ്. പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാണ് ഞങ്ങൾ. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഓരോ വീഡിയോസ് ചെയ്യുന്നത്. റിയാക്ഷൻ വീഡിയോസ് ആയാലും മറ്റുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ആയാലും അതേ അതിലും ചെയ്തുള്ളൂ. ഒരു സ്ത്രീ കൊണ്ട് കേസ് കൊടുക്കുമ്പോൾ അത്രയും സ്ട്രോങ് ആവും എന്ന് കരുതിയിട്ടാണോ, അല്ലെങ്കിൽ അതുപോലെ വാടപ്പിച്ച ബാക്കിയുള്ളവരെയും വാടപ്പിക്കാലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണോ? അങ്ങനെ കരുതിയാവാൻ ചിലപ്പോൾ ചാടിക്കയറി പോയിട്ടുണ്ടായിരുന്നു. കാലം മാറിയതൊന്നും രേണുസുതി അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. പിന്നെ പോലീസുകാർ ഇറക്കി വിട്ടു, ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പരാതിക്കാരിയായി ഞങ്ങളോട് ദേഷ്യപ്പെടുന്നു, ഞങ്ങൾ പെണ്ണുങ്ങളാണ്, ഞങ്ങൾക്ക് നീതി വേണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് പിന്നെ ആൾക്കാരുടെ സഹതാപം കിട്ടാൻ വേണ്ടിയിട്ടാണോ, ഞങ്ങളെ പോലീസുകാർ ഒരു സ്ത്രീകളെ അപമാനിച്ചു അല്ലെങ്കിൽ ഇറക്കി വിട്ടു എന്ന രീതിക്കൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി സിമ്പതി കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരാളെ ചെയ്യാത്ത കാര്യത്തിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് കേസ് എടുക്കാൻ പറ്റുക? ഇതെന്താ വല്ല ആൽബംസോ ഷോർട്ട് ഫിലിംസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണോ? അതൊക്കെ ഇനി അതാണെന്ന് വിചാരിച്ചിട്ടാണോ രേണുസുതി കാട്ടിക്കൂട്ടുന്നതൊക്കെ? പിന്നെ ഇനി എന്തായാലും സ്റ്റേഷനിൽ കയറിയിട്ട് ആകെ മൊത്തം ചമ്മി നാറിയിട്ടുണ്ട്. ഇനി വീണെടുത്ത് കടന്ന് ഉരുളാം. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്, വീണെടുത്ത് കടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് അതുൽ വ്ലോഗ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ രേണുസുതിന്റെ പാസ്റ്റ് കാര്യങ്ങൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ അതുലിൽ വ്യക്തമായിട്ടുണ്ട്. അത് നമ്മുടെ അതുലിന്റെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറേ പ്രൂഫും കാര്യങ്ങളൊക്കെ അതിലവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ രേണുസുതി ഇപ്പോൾ കഷ്ടപ്പെട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പാടുപെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ കള്ളങ്ങൾ പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതിനൊക്കെ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ രേണുസുതിക്ക് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാനേ നേരം കാണുള്ളൂ. ഇവിടെ രേണുസുതി എന്ന വ്യക്തിനെയല്ല ഇവിടെ ചോദ്യം ചെയ്യുന്നത്. എന്റെ പുറകെ CBI പോലെ വരാൻ അവൻ ആരാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. രേണുസുതി എന്ന വ്യക്തിനെയല്ല ഇവിടെ ചോദ്യം ചെയ്യുന്നത്. രേണുസുതി പറയുന്ന കള്ളങ്ങളെയാണ്, രേണുസുതി പറയുന്ന കാര്യങ്ങളെയാണ് ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവനെ തന്നെ വീഴുക എന്ന് പറയില്ലേ, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു? ആ ഒരു ഇന്റർവ്യൂവിൽ അവരോട് വ്യക്തമായിട്ട് അവർ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഒറ്റ വാക്കിലെ ചോദ്യം അവസാനിപ്പിക്കുകയും ചെയ്യായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, സുചേട്ടനും അറിയായിരുന്നു, എൻ്റെ ഫാമിലിക്കെല്ലാം അറിയായിരുന്നു, അതിലിപ്പോൾ എന്താ തെറ്റുള്ളത് എന്ന രീതിക്ക് ഒരു ഉത്തരം. അല്ലെങ്കിൽ ഇപ്പം മറിച്ചാണെന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല എന്നൊരു ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ കൊടുത്തിരുന്നു എങ്കിൽ ഇവിടെ ഇത്രയും സീന് വരില്ലായിരുന്നു. രേണുസുതി അവിടെ ഉത്തരം കൊടുത്തിട്ടുള്ള തൊട്ട് തൊടാതെ തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തന്നെയാണ് വളച്ചൊടിച്ചിട്ട് വേറെ രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നല്ല ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അല്ലാതെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഷോ കാണിച്ചുകൊണ്ടിരുന്നു വെച്ചാൽ ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഈ ഷോ നിർത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇന്റർവ്യൂസിലൊക്കെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അത് നമ്മൾ റിയാക്ട് ചെയ്ത് അത് പ്രശ്നം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്തായാലും എനിക്കിതൊക്കെ പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.